ആ രഘു, നിന്നെ കണ്ട നന്നായി. നീ പഞ്ചരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഞാനും അവനും പിന്നീട് അറിയുന്നത്. അറിഞ്ഞ ശേഷം ഞാൻ നിന്നെ വിളിച്ചിരുന്നു. ഫോണിൽ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇന്ദ്ര ഞാൻ ആ സമയത്ത്. നീ വിളിച്ചത് എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനിക്കാനാവില്ലായിരുന്നു. അതാ ഞാൻ കോൾ എടുക്കാതിരുന്നത്. ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ആ ഫോൺ എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തു പറ്റി? വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായോ? അപകടമാണെങ്കിൽ എന്താ, ഇതൊരു ദുരന്തം തന്നെയായിരുന്നു. രഘു തെറ്റിദ്ധാരണയുടെ പടുകുഴിയിൽ വീഴാൻ പോകുന്നതേ ഇനിയായിരിക്കും ഇന്ദ്ര. രഘു, എന്താ ഉണ്ടായെന്നൊന്ന് പറ. എന്തായാലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. പറയന്ദ്ര, ആരുടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല വിങ്ങി പൊട്ടിപ്പോ. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് അമ്പിളിനെ വീട്ടിൽ നിറക്കി വിട്ടത്. ആകെ മാനസികമായി തളർന്ന അവസ്ഥയിലാണ് ആ ഫോൺ വന്നത്. ഞാനപ്പോൾ ഫോൺ എടുക്കാൻ വണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ അവളെ കാണുന്നത്.